ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും അനുഭവം കൊണ്ടും ബോധ്യമാകുന്ന കാര്യമാണ് അന്ന തഖർറുബ ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അടുക്കലും, വതലബ മർളാതിഹി, അല്ലാഹുവിന്റെ തൃപ്തി തേടലും, വൽ ബിർറ വൽ ഇഹ്സാന ഇലാ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യലും, മിൻ അഅ്ലമിൽ അസ്ബാബിൽ ജാലിബതി ലികുല്ലി ഖൈർ, എല്ലാ ഖൈറുകളും നമ്മിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് എന്ന്, അത് അനുഭവം കൊണ്ടും ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഖുത്ബയിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, അദ്ദഅവതു ഇലല്ലാഹി വതഅലീമുൽ ഇൽമിൻ നാഫിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദഅവത്ത് ചെയ്യലാണ്, അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യലാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് നന്മ കൽപ്പിക്കലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് തടുക്കലും, അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന വലിയ ഉപകാരമാണ്. എന്നല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കൽ, തൗഹീദ് പകർന്നു കൊടുക്കൽ, ശിർക്കിനെതിരെ താക്കീത് കൊടുക്കൽ ഒരു മനുഷ്യന് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരമാണ്. കാരണം ഒരാൾ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റു സൃഷ്ടികളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന, അവരോട് സഹായം തേടുന്ന, അവർക്ക് നേർച്ച അർപ്പിക്കുന്ന, അതുപോലെ ഇബാദത്തിന്റെ ഏത് ഇനങ്ങളാകട്ടെ മറ്റു സൃഷ്ടികൾക്ക് കൂടെ വകവെച്ച് നൽകുന്ന അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായാൽ അവൻ നിത്യനരകത്തിലാണ്. അതിൽ നിന്ന് കൈപിടിക്കുന്നതിനേക്കാൾ, അരുതേ ആ പാപം നീ ചെയ്യരുതേ എന്ന് പറയുന്നതിനേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനും അതിനേക്കാൾ വലിയൊരു ഉപകാരം ചെയ്യാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പഠിപ്പിച്ചു കൊടുക്കാൻ, കഴിയുന്ന രൂപത്തിൽ പകർന്നു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളിൽ, മറ്റുള്ള മനുഷ്യർക്ക് നൽകുന്ന ഉപകാരങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ഉന്നതമായ കാര്യമാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ബിനാ ഉൽ മസ്ജിദ്, മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അതുപോലെയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തയ്യാറാക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊന്ന് സഹോദരങ്ങളെ, അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, പിണങ്ങിയവരെ പരസ്പരം ചേർക്കൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഉപകാരങ്ങളിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, സദഖയുടെ പദവിയേക്കാൾ, നോമ്പുകളുടെ പദവിയേക്കാൾ, നിസ്കാരത്തിന്റെ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ പദവിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, അവരെ കൂട്ടിച്ചേർക്കുക എന്നതോ
പലപ്പോഴും സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ, സുന്നത്ത് നോമ്പിനേക്കാൾ, അതുപോലെ തന്നെ സ്വദഖയേക്കാൾ, അതിനേക്കാൾ ദറജയുള്ള അഫ്ളലായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ പിണങ്ങി നിൽക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. സത്യവിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അങ്ങനെ അവർക്കിടയിൽ നല്ല വാക്കുകൾ പറഞ്ഞ് രഞ്ജിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സത്യവിശ്വാസികളെ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. അത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഉപകാരങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ്. മറ്റൊന്ന് അശ്ശഫാഅ, ശുപാർശ ചെയ്യലാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഫഉ തുഅ്ജറു, ഇസ്ഫഉ തുഅ്ജറു, നിങ്ങൾ ശുപാർശ ചെയ്യുക, അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അതുവഴി നേടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാധീനം തന്നിട്ടുണ്ടാകും. നമ്മൾ സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെങ്കിൽ, നമ്മൾ സംസാരിച്ചാൽ ആർക്കെങ്കിലും സഹായങ്ങൾ ലഭിക്കുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മടിച്ചു മാറി നിൽക്കുകയല്ല വേണ്ടത്, ശുപാർശ ചെയ്യാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ശഫാഅത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ ഖദാഉ ഹവായിജിൻ നാസ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീ കാന അല്ലാഹു ഫീ ഹാജതി. തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ ഒരാൾ മുന്നിട്ട് നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെയും ആവശ്യങ്ങൾ നിർവഹിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അത് വ്യത്യസ്ത രൂപത്തിലുള്ളതാവാം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ മുന്നിട്ട് നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു തരും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചാൽ, മാറ്റിക്കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകും. അല്ലാഹു അത് നീക്കിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്തു മനുഷ്യൻ അഭിമുഖീകരിക്കാനുള്ള പ്രയാസങ്ങൾ അത് നീക്കാൻ നമ്മുടെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ നമുക്ക് ദുനിയാവിലുണ്ടായിരുന്ന പവർ കൊണ്ടോ ഒന്നുകൊണ്ടും സാധ്യമല്ല സഹോദരങ്ങളെ. അന്ന് പ്രയാസങ്ങൾ നീങ്ങാൻ ഉപകരിക്കുന്നതും, അന്ന് പരലോക പ്രയാസങ്ങൾ നീങ്ങാൻ ഉപകരിക്കുന്നതും ഈ ദുനിയാവിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകളെ പ്രയാസങ്ങൾ നീക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകും. അന്വേഷിക്കാൻ, കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരുടെ പ്രയാസം എന്താണ് എന്ന് മനസ്സിലാക്കി ആശ്വാസവാക്കുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ, കുടുംബജീവിതത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. തീരുമാനം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവർക്ക് ആശ്വാസമേകാൻ അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പരിഹാരമായി പറഞ്ഞുകൊടുത്ത പരിഹാര മാർഗങ്ങൾ അറിയിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മന്ത്രം അത് നിർവഹിക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ രൂപത്തിൽ നീ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മന്ത്രിക്കുക,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ശിഫ നൽകും. ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇനി സ്വന്തമായി മന്ത്രിക്കാൻ ശേഷിയില്ലാത്തവരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മന്ത്രിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. പലപ്പോഴും മന്ത്രിച്ചു കൊടുക്കുക എന്നത് മോശമായ കാര്യമായി കാണുന്നവർ സമൂഹത്തിലുണ്ട്. അവന്റെ കാര്യമിൽ അവൻ ചെയ്തുകൊള്ളും, സ്വന്തം ചെയ്യട്ടെ, സ്വന്തം ചെയ്യുന്നതിനല്ലേ ഫദ്ലുള്ളത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ നേരാവണ്ണം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണത്. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചെയ്യാൻ ശേഷിയില്ലാത്തവരുണ്ടാകും. അവർക്ക് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രത്തിന്റെ വിഷയത്തിലാണ് നമ്മളോട് പറഞ്ഞത്. നിനക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്തും അവർ അത് നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മന്ത്രിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ശുപാർശ കൊണ്ട് അവർക്കത് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിർവഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. കടം നൽകിക്കൊണ്ട് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യണം. ശാരീരികമായി നമ്മുടെ അധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസം ആകുമെങ്കിൽ ആ രൂപത്തിൽ പരിശ്രമിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമുഫീന അഹ്ദഹു. സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്ന ഒരു സംഭവം. ഒരിക്കൽ ഒരു നായ കിണറിന്റെ സമീപം നിന്ന് ശക്തമായ ദാഹം കാരണത്താൽ അതിന് ചുറ്റുമുള്ള മണ്ണ് നാവ് പുറത്തേക്കിട്ടുകൊണ്ട് നക്കുകയാണ്. ആ രൂപത്തിൽ ഒരു നായയെ ഒരു സ്ത്രീ കാണുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു ബഗിയത്തായ പെണ്ണ് ഈ കാഴ്ച കാണുകയാണ്. എന്താണ് ബഗിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ വ്യഭിചരിച്ചവൾ എന്നല്ല, ഒന്നും രണ്ടും വ്യഭിചാരത്തിൽ പെട്ടുപോയവൾ എന്നല്ല, മറിച്ച് വ്യഭിചാരം ജീവിതത്തിന്റെ ഭാഗമെന്നോണമായി മാറിയ ആ രൂപത്തിലായി മാറിയവർക്കാണ് ബഗിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബനു ഇസ്രായേലിൽപ്പെട്ട ബഗിയത്തായ ഒരു പെണ്ണ് ഈ കാഴ്ച കണ്ടപ്പോൾ ആ സ്ത്രീ തൻ്റെ ഹുഫ അഴിച്ചുകൊണ്ട്, കാലിൽ ധരിക്കുന്ന തോലിൻ്റെ ഷൂവിനാണ് ഹുഫ എന്ന് പറയുന്നത്, നീളമുള്ള ഷൂവിനാണ് ഹുഫ എന്ന് പറയുന്നത്, അതഴിച്ചുകൊണ്ട് കിണറിലേക്ക് ഇറങ്ങി ആ നായക്ക് വെള്ളം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഗുഫിറ ലഹാ ബിഹി, ഈ ചെയ്ത നന്മ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പുറത്തു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന സംഭവമാണിത്. അതിലൊന്നാമത്തേത് ഇഖ്ലാസാണ്. ഈ സ്ത്രീയെ കാണാനും പ്രശംസിക്കാനും ഈ സ്ത്രീയുടെ ഫോട്ടോ എടുക്കാനും അത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാനും ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ സ്ത്രീ അത് ചെയ്തത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, ഈ ജീവിയോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. ഇഖ്ലാസിന്റെ പ്രാധാന്യം ഈ സംഭവം നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. ഒന്നാമത്തെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഖ്ലാസ് ഇല്ലാതെ നമ്മൾ നിർവഹിച്ചാൽ, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ മറ്റു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കൂല. നമ്മൾ ഇഖ്ലാസോട് കൂടെയാണത് നിർവഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഇഖ്ലാസിന്റെ വലുപ്പമനുസരിച്ച്, അതിന്റെ ഭംഗിയനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായി അത് സ്വീകരിക്കും. അള്ളാഹുവിന്റെ നാമമാണ് ശക്കൂർ.
അല്ലെ? അള്ളാഹുവിന്റെ നാമമാണ് ഷക്കൂർ. നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, അള്ളാഹുവിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്താൽ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അതിനേക്കാൾ മനോഹരമായി അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നവൻ, അതാണ് ഷക്കൂറിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് വേണമെന്ന ഒരു ഗുണപാഠം ഇത് നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഒരു നന്മയെയും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. ഒരു നന്മയെയും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ത്രീക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ വിശപ്പനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകിയവർക്ക്, ദാഹിച്ചു വലയുന്നവർക്ക് ആശ്വാസം നൽകിയവർക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം അരുളിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏത് രൂപത്തിൽ പരിഗണിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ അവസരം ലഭിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മളിലേക്ക് ആവശ്യവുമായി ആരെങ്കിലും വന്നാൽ അതിനെ അനുഗ്രഹമായി കണ്ടിരുന്നവരാണ് മുൻഗാമികൾ. നമ്മളിലേക്ക് ആരെങ്കിലും ആവശ്യവുമായി വന്നാൽ അത് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ അതിനെ കാണാൻ നമുക്ക് സാധിക്കാം. ജീവിതത്തിലെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മിലേക്ക് ആരെങ്കിലും വന്നാൽ, സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മിലേക്ക് ആരെങ്കിലും വന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണമെന്ന വലിയൊരു പാഠവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഭവം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ, അന്നഫ്ഉൽ മുതഅദ്ദി, മറ്റുള്ളവരിലേക്ക് പ്രയോജനം ചെയ്യാൻ നമുക്ക് അല്ലാഹു നൽകുന്ന അവസരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ തൗഹീദ് മുറുകെ പിടിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. നിരാശ അവസാനം നമ്മെ കുഫ്റിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ പാടില്ല എന്നൊരു പ്രധാനപ്പെട്ട പാഠവും ഈ ഹദീസ് നമുക്ക് പകർന്ന് നൽകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്.